പത്തനംതിട്ട അടൂർ പോലീസിനെതിരെ ആരോപണവുമായി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു. മുൻപ് അടൂർ സ്റ്റേഷനിൽ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെയാണ് പരാതി. മെയ് 27-ന് സാമ്പത്തിക തർക്കവുമായി സ്റ്റേഷനിലെത്തിയ ബാബുവിനെയാണ് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു, പത്തനംതിട്ടയിൽ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അനുഭവങ്ങളോ കേസോ ആണ് പുറത്തു വരുന്നത് ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ശേഷം. ബാബുവിനുണ്ടായ ദുരനുഭവം എന്താണ് അദ്ദേഹത്തിന്റെ പരാതി? അതെ സൈഫുദ്ദീൻ, പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന്റെ നടക്കുന്ന ഓർമ്മകളാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി പങ്കുവെക്കുന്നത്. അടൂർ പള്ളിക്കൽ സ്വദേശിയായ ബാബു ആണ് ഇത്തരത്തിലൊരു മുൻ അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത്. അദ്ദേഹം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തർക്കത്തെ തുടർന്ന് അടൂർ പോലീസിനെ സമീപിക്കുകയുണ്ടായി. ഈ പോലീസുമായി SHOയുമായി ഈ വിഷയം സംസാരിക്കുകയും അതിനുശേഷം ഒരു ഒത്തുതീർപ്പെന്നോണം SHO മറ്റൊരു ദിവസം ഹാജരാവാൻ പറയുകയും ചെയ്ത് SHOയുടെ ക്യാബിൽ നിന്ന് CI പുറത്തേക്ക് പോയതിനു ശേഷം ആ സ്റ്റേഷനിൽ തന്നെ SI ആയിട്ടുള്ള അനൂപ് ചന്ദ്രൻ എന്നയാൾ ആ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയും ദളിത് സംഘടനാ നേതാവ് കൂടിയായിട്ടുള്ള ബാബുവിനെ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ബാബു ആരോപിക്കുന്നത്. ബാബുവിന്റെ ഭാര്യ പുറത്തു നിന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. സുഖമില്ലാത്ത മനുഷ്യനാണ്, അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് അലറി വിളിച്ച് കരഞ്ഞിട്ട് പോലും അതിന് പോലും ചെവി കൊടുക്കാതെ അനൂപ് ചന്ദ്രൻ അതിക്രൂരമായി SHOയുടെ ക്യാബിന്റെ ഉള്ളിൽ വെച്ച് ബാബുവിനെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച പരാതികളൊക്കെ ബാബു മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അടക്കം നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ മെയ് 27-നാണ് ഇത്തരത്തിലൊരു സംഭവം അടൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. അനൂപ് ചന്ദ്രനെ പിന്നീട് സ്ഥലം മാറ്റിയെങ്കിൽ പോലും മറ്റൊരു നടപടിയും അനൂപ് ചന്ദ്രനെതിരെ സ്വീകരിച്ചില്ല എന്നും ഒരു പരാതി എന്നോണം ബാബു ഇപ്പോഴും പറയുന്നു. മർദ്ദനത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും അലട്ടുന്നതായും ബാബു പറയുന്നുണ്ട്. ബാബു ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറായി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു ദളിത് സംഘടനാ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ബന്ധപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു. എന്നാൽ മർദ്ദനത്തിന് ശേഷം ആ പോലീസ് സ്റ്റേഷനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ വലിയ ഭയമാണ് ഉണ്ടാകുന്നതെന്നും ബാബു പറയുന്നുണ്ട്. ഏതായാലും കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിയും, അതായത് ബാബുവിനെ ആക്രമിച്ച ആ ഒരു ക്രൂര മനോഭാവത്തിന് അനുസൃതമായ യാതൊരു നടപടിയും ഇതുവരെ ആ അനൂപ് ചന്ദ്രൻ എന്ന SIക്കെതിരെ സ്വീകരിച്ചിട്ടില്ലെന്നും ബാബു പറയുന്നുണ്ട്. നിരവധി തവണ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാബുവിനെ സമീപിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസിന്റെ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ മറച്ചുവെക്കാനായി ഒരു പരിധിവരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇടപെട്ട് പല വിഷയങ്ങളും വളരെ ക്രൂരമായ പല മർദ്ദനത്തിന്റെയും പ്രശ്നം നൽകിയ പരാതിയെ തുടർന്ന് കേസ് നിലവിലെടുത്തിട്ടുണ്ടോ? അന്വേഷണം മന്ദഗതിയിലായിരിക്കും, എന്നാൽ കേസെടുത്തിട്ടുണ്ടോ? സൈഫ് പറഞ്ഞ പോലെ തന്നെ അന്വേഷണം മന്ദഗതിയിലാണ്. പക്ഷേ സ്ഥലം മാറ്റത്തിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയും ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ബാബു പറയുന്നത്. ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിച്ചാണ് പലപ്പോഴും ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മർദ്ദനത്തിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നതായും ബാബു പറയുന്നുണ്ട്. പക്ഷേ ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാനായി പലപ്പോഴും ശ്രമിച്ചിരുന്നതായും ബാബു മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. എന്തായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാൻ ഒരു പ്രകോപനം ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നതായി ബാബു പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ബാബു അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. SHOയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിഷയമൊക്കെ സംസാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം SHOയുമായി ക്യാമ്പിൽ ഇരുന്ന് സംസാരിച്ച ശേഷം ഏതോ ഒരു പോലീസ് നടപടി, ഒരു ക്രിമിനൽ നടപടി പുറത്തുനിന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് SHO പുറപ്പെടുകയായിരുന്നു. ആ SHO ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവിടുത്തെ തന്നെ SI ആയിട്ടുള്ള അനൂപ് ചന്ദ്രൻ ക്യാമ്പിലേക്ക് കയറി വരികയും ബാബുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ബാബു ഇപ്പോൾ പറയുന്നത്. ബാബുവിന്റെ പരാതിയിലടക്കം ഈ വിഷയങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അനൂപ് ചന്ദ്രനെ അവിടുന്ന് സ്ഥലം മാറ്റിയെങ്കിൽ പോലും മറ്റൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് വളരെ വിഷമത്തോടെ ബാബു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. സൈഫുദ്ദീൻ.